അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥയായിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കാവേരിയും ഗംഗയും എല്ലാവരും ചേർന്ന് ഒരു ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഹോം സ്റ്റേയില് ആദ്യമായിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഗംഗയും കാവേരിയും ഒക്കെ ചേർന്ന് ഒരു പക്ഷേ ഈ ഒരു ബിസിനസ്സും കൂടെ ഉണ്ടെങ്കിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശാരദയ്ക്ക്. കാരണം പെൺകുട്ടികൾ മാത്രം ഇവിടെ ഉള്ളത്, പിന്നെ താനും അമ്മയൊക്കെ. അപ്പൊ പിന്നെ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പിന്നീട് പതിവ് പോലെ യമുന കോളേജിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ് കയറാനായിട്ട് യമുനയ്ക്ക് പറ്റില്ല. അങ്ങനെ യമുന പുറത്ത് നിൽക്കുന്ന സമയത്ത് വിശാൽ അങ്ങോട്ടേക്ക് വന്നു. വിശാൽ വന്ന് കാര്യം തിരക്കുന്നുണ്ട്. എന്താ യമുന ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. യമുനയുള്ള കാര്യം പറയണം, ഫീസ് അടച്ചില്ല, അതുകൊണ്ട് ക്ലാസ് കയറ്റിയില്ല എന്ന് പറഞ്ഞു. അതാണോ കാര്യം? ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനോട് പറഞ്ഞു പൈസ വാങ്ങി തരാന്ന് പറഞ്ഞു. യമുന പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. യമുനെ നീ വലിയ ജാട കാണിക്കണ്ട, ഞാൻ പറയുന്ന അനുസരിക്ക്. വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ വീട്ടിൽ പോയി പറഞ്ഞോളാം. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛന്റെ മരണം എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അറിയാലോ, വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നില്ലേ. വീട് തിരിച്ചു പിടിക്കാൻ തന്നെ കിടന്ന് ശരിക്കും പെടാപ്പാട് വിട്ടു. ആ സമയത്ത് എന്റെ ഫീസിന്റെ കാര്യം കൂടെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയേ ഞാൻ പറയാതിരുന്നേന്നൊക്കെ പറഞ്ഞു. ഇവിടെ യമുന നേരത്തെ വീട്ടിലേക്ക് പോന്നു. കാരണം ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ല, ക്ലാസ് കയറ്റത്തൊന്നും ഇല്ലല്ലോ. പിന്നീട് ഗംഗ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും വിനീത് അത് കാണുന്നേ. വിനീത് ആ കാഴ്ച കണ്ടു. രണ്ട് കയ്യിലും സാധനം മേടിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് നടന്നു പോകുന്ന ഗംഗയെ പെട്ടെന്ന് വിനീത് ഓടി ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഞാൻ പിടിക്കാൻ തുടങ്ങി. വേണ്ട, ഇങ്ങ് തരാൻ പറഞ്ഞ് അങ്ങൊന്ന് മേടിച്ചു. അതെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു തരില്ലെന്ന് ചോദിച്ചു. അത് സാരല്ല വിനീതേട്ടാ, ഞാൻ കൊണ്ടുപോയിക്കളാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ മേലായിരുന്നു, അതിന് കുറച്ച് പൈസ ആവത്തില്ലേ, വെറുതെ അത്രയും പൈസ കളയണ്ടല്ലോ എന്ന് കരുതിയാ. അരവിന്ദനുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴാ സ്ഥിതി അല്ലല്ലോ. 10 രൂപയ്ക്ക് 10 രൂപ തന്നെ വേണമല്ലോ. ഗംഗ തയ്ച്ചുണ്ടാക്കണ പൈസ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. യമുനയുടെ പഠിപ്പ്, നീളയുടെ പഠിപ്പ്, എല്ലാ കാര്യങ്ങളും ഓടണ്ടേ, അതൊക്കെ ഓർത്തിട്ട. പിന്നീട് വിനീത് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഗസ്റ്റുകളൊക്കെ പോകാൻ തുടങ്ങണം. അപ്പോൾ ഒരു ദിവസം ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കൂടെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പോകുന്ന സമയത്ത് എമൗണ്ട് ഒക്കെ പറഞ്ഞു. കാവേരി പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണ് അവർ കൊടുത്തിട്ട് പോകുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ താമസിച്ചൊക്കെ. പോരാത്തതിന് അവരെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്ത് വിടുന്നുണ്ട് വിനീത് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇത് ഫ്രീ ആണ്. കാരണം ഇനിയിപ്പോൾ അവർ വന്നാൽ ഇവിടെ വന്ന് വേണം റൂം എടുക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നത്. അതുകൊണ്ട് അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അവർ പോയി കഴിഞ്ഞപ്പോൾ വിനീതിന് കുറച്ച് പൈസ കാവേരി കൊടുക്കുന്നുണ്ട്. പക്ഷെ വിനീത് വാങ്ങിയില്ല. എങ്ങനെ വാങ്ങാനാ? വിനീത് പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി ഹോം സ്റ്റേ, എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടാനായിട്ട് ഇടവരല്ലേ. നാളെ അരവിന്ദന്റെ മക്കള് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിനീതിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യം അല്ല. പിന്നീട് ജയപാലൻ അങ്ങോട്ടേക്ക് വരുവാണ്. ജയപാലൻ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ജയപാലൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഹോം സ്റ്റേ. അതിന്റെ പേരിൽ കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയാ ഇങ്ങനെയാ, നിങ്ങൾ എന്ത് ഭാവിച്ചത്? ഒന്നും അല്ലേലും 3-4 പെൺപിള്ളേർ ഇവിടെ ഉള്ളതല്ലേ, കെട്ടുപ്രായം കഴിഞ്ഞ് പെൺപിള്ളേരൊക്കെ അല്ലേ, ആ വെള്ളടത്തേക്ക് ആണുങ്ങളൊക്കെ വന്ന് ഹോം സ്റ്റേ വന്ന് താമസിക്കും, പിന്നെ ചീത്തപ്പേരാവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാവേരി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവേരി പറഞ്ഞു, പറയുന്നവര് പറഞ്ഞോട്ടെ ഞങ്ങളെ, ഞങ്ങൾക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, ഞങ്ങൾ നല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കണേ, അല്ലാതെ വേറെ മോശപ്പെട്ട വഴിയിൽ കൂടെ പോയിട്ടൊന്നും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല തൻ്റെടമുണ്ട്. പിന്നെ പറയുന്നവരുടെ വായി മൂടിക്കെട്ടാൻ പറ്റില്ല. കാരണം 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാൻ പറ്റും, പക്ഷെ മനുഷ്യന്മാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജയപാലന്റെ ആ ഒരു കാര്യത്തെ മുളയിലെ തന്നെ നുള്ളിക്കളയാണ്. ജയപാലനെതിരെ തടയിട്ട് നോക്കിയതാ. പക്ഷെ കാവേരി ഒന്നും സംഭവിച്ചില്ല. ജയപാലിന് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു ഇവരിങ്ങനെ തുടങ്ങുന്നതില്. കാരണം അയാൾക്ക് ഈ വീടെങ്കിലും ഒന്ന് അടിച്ചെടുക്കണമെന്നൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ജയപാലനുണ്ടായിരുന്നേനും. പിന്നീട് ജയപാലന് കുറച്ച് പണം എടുത്ത് കൊടുക്കുകയാണ് ശാരദയുടെ കയ്യിലേക്ക്. എന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, യമുന ഫീസ് അടച്ചിട്ടില്ല, യമുന ഫീസ് അടയ്ക്കാത്തോണ്ട് പുറത്ത് നിർത്തി. വിശാലം വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ എന്നോട് പറയണ്ടായിരുന്നോ? ഒരു വാക്ക് ചോദിക്കണ്ടായിരുന്നോ? ഞാൻ ഫീസ് അടയ്ക്കാൻ പൈസ അറിവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ശാരദയൊക്കെ ദേഷ്യപ്പെട്ട് യമുനയെ നോക്കുവാണ്. കാരണം യമുന ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗംഗ പറഞ്ഞു, അങ്കിളെ പണം ഇപ്പം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, അതെ, ഞങ്ങൾ ഈ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വർണം പണയം വെച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് പൈസ ബാലൻസ് ഉണ്ട്, അത് കൂടി ഞങ്ങൾ കൊടുത്തു വിട്ടോളാം.
ഫീസ് അടയ്ക്കാനെന്ന് പറഞ്ഞു. അതൊക്കെ ഫീസ് അടയ്ക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ വീട്ടുകാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല. കാവേരി പറഞ്ഞു, ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ എങ്ങനെയും മാനേജ് ചെയ്ത് പോയിക്കോളാം, ഇപ്പൊ പണം വേണ്ടാന്ന് പറഞ്ഞു. ആ പണം സ്വീകരിക്കാനായിട്ട് കാവേരിക്കും സമ്മതമായിരുന്നില്ല. കാരണം അച്ഛനുണ്ടായിരുന്ന സമയത്ത് ആരുടെ മുന്നിൽ കൈ നീട്ടിയിട്ടില്ല, ഇനി അതിൻ്റെ ഇട വരില്ല എന്നൊരു ചിന്തയായിരുന്നു. പ്രത്യേകിച്ച് ജയപാലിന്റെ മുന്നിൽ കാവേരിക്ക് ഒട്ടും അയാളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊന്നും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തോ കള്ളത്തരങ്ങളൊക്കെ അയാളുടെ മനസ്സിലുണ്ട് എന്നൊരു ചിന്തയായിരുന്നു കാവേരിക്ക്. കാരണം തൻ്റെ അച്ഛൻ്റെ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയതാണോ എന്നൊരു ചിന്ത പോലും കാവേരിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശാരദ എമിനെ തല്ലുവാണ്. എടി എന്ത് പരിപാടിയാടി കാണിച്ചേ, നീ എന്തിനാടി ആ ചെക്കനോട് പറയാൻ പോയത് നീ ഫീസ് അടച്ചിട്ടില്ലാന്ന്, എന്തേലും ഉണ്ടെ നിനക്ക് ഇവിടെ വന്ന് പറഞ്ഞാൽ പോരേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ അവൻ വന്ന് ചോദിച്ചാ, ഞാനും അവനൊക്കെ ഒരു ക്ലാസ്സിലാണല്ലോ എന്ന് പറഞ്ഞു. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഗംഗ പറഞ്ഞു. അവന്റെ കൂടെയുള്ള ചുറ്റിയടിക്കലും കറങ്ങലും എല്ലാം മനസ്സിലാവുന്നുണ്ട്, നിർത്തിക്കോ, നിർത്തുന്ന നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. യമന പറഞ്ഞു, ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കില്ല, അങ്ങനൊന്നും ഇല്ല, ഞാൻ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ, അല്ലാതെ ഞാൻ അവനോട് പണമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, ഇനി എങ്ങാനും ചോദിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ശാരദയുടെ പെരുമാറ്റം മര്യാദയാണ്, മര്യാദ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. പിന്നീട് അരവിന്ദന്റെ വീട്ടിലേക്ക് അരവിന്ദന്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹപ്രവർത്തകൻ വരുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയാൾ ലീവിന് നാട്ടിൽ വന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദന്റെ കുറെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടേ കൊടുക്കണമല്ലോ, അതിനൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് അവരുമായിട്ട് ശാരദ മക്കളുമായിട്ട് സംസാരിക്കണ സമയത്ത് അയാൾക്ക് അരവിന്ദനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആർക്കൊരാപത്ത് വന്നാലും അവരെയൊക്കെ സഹായിക്കുന്ന ഒരാളായിരുന്നു അരവിന്ദേട്ടന്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. ഇത്ര പെട്ടെന്ന് അരവിന്ദേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഇത് അരവിന്ദേട്ടന്റെ ഭാഗം കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന, ഇനി ഇതവിടെ വെച്ചോണ്ടിട്ട് കാര്യമില്ലോ, അപ്പൊ ഞാൻ വരുമ്പോൾ കൊണ്ടുതരാന്ന് കരുതി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അതിനുശേഷം അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് കുറെ സമയം നോക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് അയാൾ ബാഗ് തുറന്ന് കുറെ നോട്ടുകെട്ടുകൾ അങ്ങ് എടുക്കുകയാണ്. അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല എന്താന്ന്. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അതെ, അരവിന്ദേട്ടൻ കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള സഹപ്രവർത്തകരെ. അവർക്ക് എന്ത് ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും അരവിന്ദനോടാണ് പണം കടഞ്ഞു ചോദിക്കുന്നത്. അരവിന്ദേട്ടൻ പോയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരാരും ആ പൈസ ഒളിച്ചു വെച്ചില്ല. അതായത് കൊടുക്കാനുള്ള പൈസയെല്ലാം കൃത്യമായിട്ട് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. കാരണം അവരൊക്കെ കടം കൊടുക്കാനുണ്ടായിരുന്നായിരുന്നു. അരവിന്ദേട്ടൻ മരിച്ചെന്ന് ഓർത്തിട്ട് അരവിന്ദേട്ടൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട പൈസയല്ലേ അത്. അവരൊക്കെ പണം കടം മേടിച്ച പണമെല്ലാം തിരിച്ചു തന്നു വിട്ടിട്ടുണ്ട്. അതായതൊന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുവാണ് ശാരദയുടെ കയ്യിലേക്ക്. 3 ലക്ഷം രൂപയുണ്ട്. അപ്പൊ അത്രയും രൂപ അരവിന്ദൻ അവിടെ ആൾക്കാർക്ക് സഹപ്രവർത്തകർക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാരും വഞ്ചിച്ചില്ല. കാരണം അരവിന്ദൻ അങ്ങനെയാണ്, ആരെയും വഞ്ചിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ അരവിന്ദന്റെ കാര്യമായതുകൊണ്ട് അവരാരും കള്ളത്തരമൊന്നും കാണിച്ചില്ല. ആ പണം തിരിച്ചു കൊടുത്തു. ശാരദയ്ക്ക് കിട്ടിയൊക്കെ ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം പണമില്ലാതിരിക്കുന്ന സമയത്താണ് ഈ പൈസ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒടുവില് അരവിന്ദന്റെ ഫോട്ടോയിലേക്കൊക്കെ കുറെ സമയം നോക്കി സങ്കടപ്പെട്ട് ആളങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കാവേരി പിന്നാലെ നിന്നിട്ട് അവരോട് ചോദിച്ചു, അതെ അങ്കിളെ, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്തായിരുന്നു? അവിടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പ്രശ്നങ്ങളോ? അതെ, എന്തെങ്കിലും ജോലി സംബന്ധമായ പ്രശ്നങ്ങളെ, അച്ഛന് പണിയില്ലാതിരിക്കുകയോ മറ്റോ ചെയ്തോ? ഹേ, അങ്ങനെയൊന്നും ഇല്ലല്ലോ, പണി ഉണ്ടായിരുന്നല്ലോ അരവിന്ദന്. ഞങ്ങൾ ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയിലല്ലേ, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറഞ്ഞു. ജയപാലൻ പറഞ്ഞ അങ്ങനെയായിരുന്നു, പ്രശ്നങ്ങൾ കാരണം പണം ഇങ്ങോട്ട് അയക്കുന്നില്ലാന്ന്. അല്ല അങ്കളെ, അച്ഛൻ എന്തേലും പറയാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഒരു തോട്ടം മേടിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പൈസ കൂടെ കൊടുത്തത് എഴുതിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയാ അത് എഗ്രിമെന്റ് ആയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി ഇല്ലാന്ന് പറഞ്ഞു. എന്തേലും ഉണ്ടെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ കാവേരിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എവിടെയോ എന്തോ ചതി നടന്നിട്ടുണ്ട്. ജയപാലൻ ഞങ്ങൾ ചതിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അവര് അരവിന്ദന്റെ ഭാഗമൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. അങ്ങനെ കുറെ ഡ്രസ്സുകൾ, കുട്ടികളുടെ അല്ലെ ഓരോരോ ഉടുപ്പുകളൊക്കെ അരവിന്ദം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് കാണണം തോന്നുമ്പോൾ അതൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കുറെ പഴയ ഫോട്ടോസുകളും കാര്യങ്ങളും, ശാരദയുടെ ഫോട്ടോസും എല്ലാം. ശാരദയ്ക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടമായി. ശാരദ കരയുവാണ്. ഈ സമയത്താണ് കാവേരിയുടെ കയ്യിൽ ഡയറി കിട്ടുന്നത്. കാവേരിയെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കൃത്യമായിട്ട് അരവിന്ദന് ജയപാലിന് അയച്ചു കൊടുത്ത പണത്തിന്റെ കണക്കുകളൊക്കെ, ആരൊക്കെ പൈസ തരാനുണ്ട്, അങ്ങനെയുള്ള സർവ്വ ഡീറ്റെയിൽസ് എഴുതിച്ച ഡയറി, ഡേറ്റ് സഹിതം വിട്ട് ജയപാലിന് ഇന്ന ദിവസം ഇത്ര അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ കാവേരി ഞെട്ടിപ്പോയി. അപ്പം ഇത്രയും പൈസയൊക്കെ അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല തോട്ടം വാങ്ങിക്കാനായിട്ട് ഇത്ര രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം
എന്നിട്ടാണ് അങ്കിള് പറഞ്ഞ് ഒന്നുമില്ലായിരുന്നു പറഞ്ഞ് ഇത് ഗംഗയെ കാണിക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് കള്ളത്തരം കാണിച്ചല്ലോ എന്നൊരു ചിന്ത. ഒടുവിൽ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും കാവേരി ജോലിക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നെവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം കാവേരിയുടെ മുഖം കണ്ടപ്പോൾ നെവിന് തോന്നി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അപ്പം നെവിൻ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കാവേരി പറയുന്നത്, ഏഴിലക്കാവില് അച്ഛൻ ഞങ്ങളൊരു തോട്ടം കൊണ്ട് കാണിച്ചായിരുന്നു. അധികം വൈകാതെ അത് അച്ഛൻ്റെ പേരിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അതിന് കുറേ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അങ്കിളിൻ്റെ കയ്യിൽ. പക്ഷേ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പൈസ ഒന്നും കിട്ടിയിട്ടില്ലെന്നാ ജയപാലനങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. ആണോ? നെവിന് അത്ഭുതം വരുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ അതെ, പക്ഷെ ഞാനിതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ചോദിക്കൂന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ കാവേരി ജയപാലനെ കാണാൻ ചെല്ലുവാണ്. പ്രവീണയാണ് ഇറങ്ങി വന്നത്. ആ മോളോ കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു. കാവേരിയുടെ കയ്യിലെ ഡയറി ഉണ്ടായിരുന്നു. അങ്ങനെ ജയപാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കാവേരി ചോദിച്ചു, സത്യം പറങ്ങളെ, എൻ്റെ അച്ഛൻ മാസം എത്ര രൂപ അയച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അതെന്താ കാവേരി ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? പണമെല്ലാം ഞാൻ കൃത്യമായിട്ട് തരുന്നില്ലായിരുന്നെന്ന് ചോദിച്ചു. പണം തരുന്നില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ. അത് മാത്രമല്ല അച്ഛൻ ഏഴിലക്കാവിലൊരു തോട്ടം വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് തന്നായിരുന്നല്ലോ, ആ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എനിക്കറിയണോ അതൊക്കെ? അയ്യോ അതിന് പൈസ ഒന്നും തന്നില്ലോ എന്ന് പറഞ്ഞു. വേണ്ട, വെറുതെ കള്ളത്തരം പറയണ്ട. പൈസയുടെ സർവ്വ ഡീറ്റെയിൽസും അച്ഛനെ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡയറി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇതെന്താന്ന് നോക്കാൻ പറഞ്ഞു. ജയപാലൻ ഞെട്ടിപ്പോയി. അതോടൊപ്പം തന്നെ പ്രവീണെ, ഇത്രയും നാളും ഞങ്ങളുടെ അടുത്ത് കള്ളത്തരം കാണിക്കുമായിരുന്നല്ലേ? അച്ഛനെ ഇന്ന് അത്രയും പണം അടിച്ചു മാറ്റിയിട്ട്. ആ സമയം ജയപാലൻ അങ്ങോട്ട് അഭിനയിക്കുവാണ്. അയ്യോ എന്തൊക്കെയാ മോളെ നീ പറയണേ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ അവന്. ഉറ്റ സുഹൃത്താണ് പോലും. നിങ്ങൾ എന്നിട്ട് എത്ര വലിയ ചതിയാ ചെയ്തേ? നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തേ. ഇത് നിങ്ങൾ ചീറ്റിംഗ് അല്ലേ ചെയ്തേ? അച്ഛൻ പാവമായതുകൊണ്ടല്ലേ അച്ഛനെ നിങ്ങൾ പറ്റിച്ചേ. നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ്റെ പണം അടിച്ചു മാറ്റിയത് മര്യാദയ്ക്ക് എനിക്ക് തന്നോളാൻ പറഞ്ഞു. പക്ഷെ ജയപാലനപ്പോൾ എതിർത്ത് നിൽക്കുകയോ ചെയ്തേ. കാവേരി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവേരി പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എടി നീ വെറും ഒരു പെണ്ണ്, അതും ഒരു ഡയറിയും കൊണ്ട് പൊക്കി പിടിച്ചോണെന്ന് എന്താവാനാ? ജയപാലന്റെ സ്വഭാവം മട്ടും ഭാവവും ഒക്കെ അങ്ങോട്ട് മാറി. കാവേരി പറഞ്ഞു, എന്താ കാണിച്ചിരുന്നത്? ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. ഒടുവിൽ ജയപാലൻ അവളെ തല്ലാനിട്ട് കൈ ഒങ്ങുക. കാവേരി ഒട്ടും വിട്ടുകൊടുത്തില്ല. ആ കയ്യാലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മേലാൽ എൻ്റെ നേരെ കൈ പൊക്കിയാണ്ടല്ലോ, പിന്നെ ഈ കൈ പൊങ്ങില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ വേർപ്പിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെനിക്ക് തിരിച്ചു വാങ്ങിയാൽ മതിയാവുള്ളൂ. അതെനിക്ക് തിരികെ തന്നില്ലെങ്കിൽ ഈ കാവേരി മറ്റൊരാളാവും. നിനക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കാവേരി ദേഷ്യപ്പെടുവാണ്. അയാൾ അടിക്കാനായിട്ട് കൈ വാങ്ങി കഴിഞ്ഞപ്പോൾ ആ കയ്യാലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. കൈ അങ്ങോട്ട് താത്തി വിട്ടു. മേലാൽ എൻ്റെ നേർക്ക് കൈയും കൊണ്ട് വന്നാണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഇങ്ങനെ ജീവനോടെ നടക്കില്ല എന്ന് പറഞ്ഞു. ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി കാവേരിക്ക്. തൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിന്റെ ബലം ഇയാളെല്ലാം തട്ടിയെടുത്തുന്നൊരു ചിന്തയായിരുന്നു. തെളിവുകൾ സാധ്യം കിട്ടിയില്ലോ. പിന്നീട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ ദേഷ്യപ്പെടുന്നുണ്ട്. ശാരദയെ വിളിച്ച് പ്രവീണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവേരി വന്ന് ദേഷ്യപ്പെടുന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരദയ്ക്ക് ഭയങ്കര ടെൻഷനായി. കാവേരിയെ കുറെ ചീത്ത പറയുന്നുണ്ട്. നീ എന്ത് കാണിക്കാനാണ്ടി അങ്ങനെ പോയി വഴക്കുണ്ടാക്കിയത്? എത്ര നാളത്തെ ബന്ധമാണെന്നറിയോ അവർ തമ്മിൽ? കാവേരിക്ക് ദേഷ്യമായി. കാവേരി വായി വന്നല്ല ശാരദയും പറയുകയും ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. സ്നേഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പറയില്ലായിരുന്നു. നിങ്ങളുടെ ഭർത്താവായിരുന്നോ വലുത്, അതോ അവരാണോ വലുതെന്ന് ചോദിച്ചു. അവര് പറയുന്നതാണല്ലോ വിശ്വാസം. സ്വന്തം ഭർത്താവിന് വിശ്വാസം ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാവേരി അവിടെ കിടന്ന് താണ്ഡവം ആടുവാണ്. ഒരു കാര്യം കാവേരി തീരുമാനിച്ചു. ഇതിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ശരി, തൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കി ഒരു ചില്ല് പൈസ പോലും ആർക്കും കൊടുക്കില്ല എന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.